ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മെയ് 26 നിങ്ങൾ കാത്തിരിക്കുന്ന ദിവസം. ഇന്ന് റിസൾട്ട് വരാൻ പോവാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ആ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് പ്രായോഗികമായിട്ട് റിസൾട്ട് വന്നാൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട 3-4 കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു തരാം. സോ അത് നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ഒരു റിഗ്രറ്റ് വരാതിരിക്കാനാണ്, പിന്നീട് ഒരു റഷ് വരാതിരിക്കാനാണ്, നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഏറ്റവും വേഗത്തിൽ തന്നെ റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്യും. ഒരു 4 മണിയോടെ എല്ലാവരും സ്കൂൾ ബേസ് റിസൾട്ട് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ റിസൾട്ട് ആയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ പഠിച്ച, അതായത് സയൻസ് സ്ട്രീം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഒക്കെ പഠിച്ചവരുണ്ടാവും. ഇന്നത്തോടുകൂടി നിങ്ങളുടെ +2 റിസൾട്ട് വരുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തായാലും കയ്യിൽ എല്ലാ ഒബ്ജക്റ്റീവ്സും ആയി. ഇനി നിങ്ങൾ തീരുമാനിക്കേണ്ടത് അടുത്തത് എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഏത് കോഴ്സ്, ഏത് കോളേജിൽ എന്നൊക്കെയുള്ള വലിയ ഡിസ്കഷൻസ് ആണ്. അത് എന്തായാലും തുടങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനമായിട്ട് കീം എഴുതിയ സ്റ്റുഡൻസ് ആണെങ്കിൽ റിസൾട്ട് വരുമ്പോൾ തന്നെ PCMന്റെ മാർക്ക് നിങ്ങൾ 300ലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതാണ് ഇനി ഒരാഴ്ചക്കകത്ത് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരും. കീമിന്റെ പോർട്ടലിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടുന്നുണ്ടാവും, അത് കൃത്യമായിട്ട് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. എത്ര പെർസെൻറ്റേജ് ആണ് മാർക്ക്? ഇനി അങ്ങോട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനും ഒക്കെ ഈ +2 പെർസെൻറ്റേജ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത്, ഇൻഡെക്സ് മാർക്ക് എന്താണ് എന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ ഉപയോഗിക്കുന്നത് ഇൻഡെക്സ് മാർക്കാണ്. നിങ്ങളുടെ ടോട്ടൽ +2 മാർക്കിന്റെ കൂടെ നിങ്ങൾ ഇനി അടുത്ത് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് കൂടി ചേർത്ത് ഒരു ചെറിയ ക്രിയയൊക്കെ മീൻസ് കാൽക്കുലേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഇൻഡെക്സ് മാർക്കാണ്. അതിനെക്കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടാക്കി വയ്ക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾക്ക് റീവാല്യൂഷന് കൊടുക്കണം, അല്ലെങ്കിൽ റീവാല്യൂഷന് കൊടുക്കണമോ എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ചിന്തിക്കുക. അതായത് ഇത്ര വിഷയമാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് അറിയാം. നിങ്ങൾക്ക് ഓൾറെഡി ഓരോ വിഷയത്തിലും എക്സ്പെക്ട് ചെയ്യുന്നൊരു മാർക്ക് ഉണ്ടാവാം. അതിൽ വലിയൊരു വേരിയേഷൻ ഉണ്ട് എങ്കിൽ കൃത്യമായിട്ട് അത് പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലാതെ സൂക്ഷ്മ പരിശോധനയോ ക്വസ്റ്റ്യൻ പേപ്പർ ഡയറക്റ്റ് മേടിക്കലോ ഇങ്ങനെയുള്ള നടപടികളിലേക്ക് പോകണമെങ്കിൽ ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ എഴുതിയെന്ന് ഒരു ഉറപ്പുണ്ടായിരിക്കണം. പിന്നീട് റീവാല്യൂഷൻ സമയത്ത് പണി കിട്ടാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് കണക്കാക്കുക, ഏതൊക്കെ റീവാല്യൂഷന് കൊടുക്കണമെന്ന് എന്ത് ചെയ്യുക. ഇനി എക്സാം ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ അതിലും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി വെക്കുക. PCM കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കിനെ കുറിച്ച് അറിഞ്ഞു വെച്ചേക്കുക. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ രാത്രിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. സോ ബാക്കി തലവേദനകളെല്ലാം, ടെൻഷൻസ് എല്ലാം മാറ്റി വയ്ക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർന്നു. ബൈ.